നമസ്കാരം. പ്രവാസി വ്യവസായികൾ കേരളത്തിൽ വികസനത്തിൻ്റെ പിന്നിൽ ശക്തി. പക്ഷേ നിക്ഷേപത്തിന് മുന്നിൽ വെല്ലുവിളികൾ. കേരളത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ വ്യവസായ സമൂഹത്തിന് പങ്ക് പണം അയക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. വ്യവസായം, റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം, വിദ്യാഭ്യാസം, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, IT, വ്യാപാരം തുടങ്ങിയ നിരവധി മേഖലയിൽ പ്രവാസി മലയാളിയുടെ മൂലധനം നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകളും പ്രവാസി നിക്ഷേപ സംസ്ഥാന വികസനത്തിൻ്റെ പ്രധാന ഘടകമായി കാണുന്നു. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മലയാളിയുടെ കുടിയേറ്റമാണ് കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ഘടനയെ വലിയ രീതിയിൽ മാറ്റിയത്. വീടുകൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഭൂമി, വ്യാപാരം എന്നിവയ്ക്കായി പ്രവാസി പണം ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ പുതിയ തലമുറയിലെ പ്രവാസി വരുമാനത്തിൻ്റെ ഒരു ഭാഗം ബിസിനസ് നിക്ഷേപങ്ങളിലേക്കും സംരംഭങ്ങളിലേക്കും മാറുന്ന പ്രവണത ശക്തമാവുകയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വികസന റിപ്പോർട്ട് പ്രകാരം പ്രവാസി സമൂഹത്തിൻ്റെ നിക്ഷേപവും വൈദഗ്ധ്യവും സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്തുന്നതിന് സർക്കാർ സംവിധാനം രൂപപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ മലയാളിയുടെ നിക്ഷേപം സുഗമമാക്കുന്നതിനായി ഗവൺമെൻറ് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു വരികയാണ്. ഏത് മേഖലയാണ് പ്രവാസി നിക്ഷേപം സംരക്ഷിക്കപ്പെടേണ്ടത്? പ്രവാസി നിക്ഷേപകർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സജീവമായിരിക്കുന്ന മേഖലകൾ റിയൽ എസ്റ്റേറ്റ്, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, ടൂറിസം, വ്യാപാര സ്ഥാപനങ്ങൾ, ഭക്ഷ്യ സംസ്കരണ, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ എന്നിവ പ്രധാനമാണ്. പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള നഗരങ്ങളിൽ വ്യവസായ മൂലധനത്തിൻ്റെ സ്വാധീനം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വാണിജ്യ പദ്ധതികളിലും പ്രകടമാണ്. 2026 കൊച്ചിയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ NRK നിക്ഷേപം വർദ്ധിച്ചതായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പ്രവാസി വ്യവസായികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് നടപടിക്രമങ്ങളുടെ സങ്കീർണത. അനുമതികൾ, വിവിധ വകുപ്പുകളുമായുള്ള ഏകോപനം, ഭൂമി ലഭ്യത, അടിസ്ഥാന സൗകര്യങ്ങൾ, നിയമപരമായ നടപടികൾ എന്നിവ നിക്ഷേപകരുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നു. ഇത് പരിഹരിക്കുന്നതിന് കേരള വ്യവസായ വകുപ്പ് നിക്ഷേപ നടപടികൾ ലളിതമാക്കുന്നതിനും ലൈസൻസുകൾ, നിയമപരമായ അനുമതികളും സുഗമമാക്കുന്നതിനും NRK നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടതായി ഔദ്യോഗിക ഇൻവെസ്റ്റ് കേരള രേഖ വ്യക്തമാക്കുന്നു. കേരളത്തിലെ വ്യവസായ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ ഇൻവെസ്റ്റീവ് പദ്ധതികൾ നിലവിലുണ്ട്. KRS സംവിധാനത്തിൽ 22 മുൻഗണനാ മേഖലകളിൽ നിക്ഷേപങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നു.